തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ ബിന്ദുജയം എന്ന കാണ്ഡത്തിൽ നാം ചില പാടലുകൾ കാണുന്നു. ആ പാടലുകളെ ശ്രദ്ധിക്കാം. പെണ്ണിനെ കാലനാകും മായെന്നെണ്ണിയെന്നാൽ പെണ്ണുടൽ മിഥ്യയാകും കാമമൊഴിഞ്ഞിടും ബ്രഹ്മപ്രകാശത്തിങ്കൽ തങ്ങിയങ്ങൊരു കോടി വർഷമായാലും നാശമില്ലാതായി തീർന്നിടും. അപ്പോൾ ബിന്ദുശക്തി അഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ബിന്ദുശക്തി നശിച്ചു പോകുന്നു. സാധാരണ ലൗകിക ജീവിതത്തിൽ മുങ്ങി സ്ത്രീകളോടൊത്ത് ജീവിച്ച് നമ്മുടെ ബിന്ദുശക്തിയെ നാം പാഴാക്കി കളയുന്നു. അപ്പോൾ ലൗകിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി ബിന്ദുവിനെ നാം നശിപ്പിക്കുന്നു, അഴിഞ്ഞു കളയുന്നു. ആ ബിന്ദുവിൻ്റെ നാശം നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ബിന്ദുവിനെ കാത്ത് സംരക്ഷിച്ച് ബിന്ദുവിനെ പരാപരനിൽ ലയിപ്പിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഒരാത്മീയ സാധകൻ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും കണ്ണാശയാണ്. തിരുമൂലദേവൻ പറയുന്നത് കണ്ണിൻ്റെ ആഗ്രഹം എന്നാണ് പറയുന്നത്. അതായത് വിഷയസുഖങ്ങൾ. ആ വിഷയസുഖങ്ങളിൽ ബന്ധപ്പെട്ട് നാം നമ്മുടെ ബിന്ദുവിനെ പരാപരനിൽ ലയിപ്പിക്കാതെ നശിപ്പിച്ച് കളയുന്ന ദയനീയമായ ദുരന്തമാണ് ഭൗതിക ജീവിതത്തിൽ സാധാരണ മനുഷ്യർ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കരകയറി ബിന്ദുവിനെ പരാപരത്തിൽ ലയിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷയസുഖങ്ങളെ കഴിയുന്നതും നിഗ്രഹിക്കുക, അല്ലെങ്കിൽ വിഷയസുഖങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇവിടെ തിരുമൂലദേവൻ പറയുന്നു. പെണ്ണിനെ കാലനാകും മായയെന്നെ. പെണ്ണ് സ്ത്രീ എന്നുള്ളത് മായയാണ് എന്ന് മനസ്സിലാക്കുക. ആ പെണ്ണുടൽ മിഥ്യയാകും. ഉടലിൻ്റെ സൗന്ദര്യം, അതായത് കണ്ണാശ. ഈ കണ്ണാശയെ നാം നിയന്ത്രിക്കണം. അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണ് കണ്ണ്. ആ കണ്ണിനെ നാം നിയന്ത്രിക്കണം. കാഴ്ചയെ നാം ശരിയായ കാഴ്ചയിലേക്ക് മടക്കി കൊണ്ടുവരണം. പെണ്ണ് അല്ലെങ്കിൽ സ്ത്രീ സൗന്ദര്യത്തിൽ കണ്ണിന് കണ്ണാശ കൊടുക്കാതെ അതിനെ കാമത്തെ ഒഴിച്ചിടുക, ആഗ്രഹങ്ങളെ കാമനകളെ ഒഴിച്ചു മാറ്റുക. അപ്പോൾ കണ്ണാശയെ നിയന്ത്രിച്ച് കാമത്തെ നിയന്ത്രിച്ച് ബ്രഹ്മപ്രകാശത്തിൽ തങ്ങി അങ്ങോരു കോടി വർഷമായാലും നാശമില്ലാത്തതായി തീരുന്നു. അപ്പോൾ ബ്രഹ്മപ്രകാശത്തിൽ ലയിപ്പിക്കുക. അപ്പോൾ ബിന്ദുവിനെ ബ്രഹ്മപ്രകാശത്തിൽ ലയിപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്നു? 1 കോടി വർഷമായാലും നാശമില്ലാതെ പ്രാണനെ കാത്തുരക്ഷിക്കാൻ കഴിയും. അപ്പോൾ 1 കോടി വർഷമെങ്കിലും സ്ഥായിയായി ജീവിക്കാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്നതാണ് ഈ ആശ, കണ്ണാശ. ആ കണ്ണാശയെ നിയന്ത്രിക്കുക, കാമത്തെ നിയന്ത്രിക്കുക. എന്നിട്ട് ബ്രഹ്മപ്രകാശത്തിൽ ബിന്ദുവിനെ ലയിപ്പിക്കുക. ആ ബ്രഹ്മപ്രകാശത്തിൽ ബിന്ദുവിനെ ലയിപ്പിക്കാനുള്ള ടെക്നിക്കാണ് പലപ്പോഴും തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഷടാധാരങ്ങളുടെ ബിന്ദുശക്തിയെ മുകളിലേക്ക് കൊണ്ട് ചന്ദ്രമണ്ഡലവുമായി ഒന്നിപ്പിക്കുന്ന ഒരു യോഗശാസ്ത്ര പദ്ധതി ഇവിടെ തിരുമൂലദേവൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പ്രാണായാമത്തിലൂടെയും മറ്റ് സാധനകളിലൂടെയും ഈ കണ്ണാശയെ നശിപ്പിച്ച് പകരം ആ ബിന്ദുവിനെ ബ്രഹ്മപ്രകാശത്തിൽ ലയിപ്പിക്കുകയാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്.
അതിന് കണ്ണിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. അതായത് സൗന്ദര്യത്തിൽ, പെണ്ണിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകാതിരിക്കുക എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. പിന്നെ ആധാരമാറും താങ്ങി അപ്പുറം തൂവെളിയിൽ ബിന്ദുനാദങ്ങൾ തോന്നും മാർഗത്തെ ലക്ഷ്യമാക്കി ആചാര്യൻ ചൊന്നവണ്ണം ബിന്ദുവാം അമൃതത്തെ ആജിമിക്കിലോ അജ്ഞാനം നശിക്കും. അജ്ഞാനമാകുന്ന ആശ മാറിക്കിട്ടും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. എന്തു ചെയ്താൽ? ആചാര്യൻ ചൊന്നവണ്ണം ബിന്ദുവെ അമൃതധാരയിൽ ആചമിക്കണം. അപ്പോൾ ആചാര്യൻ പറഞ്ഞ ഈ ശിവസാധന ചെയ്ത് അയാൾ ബിന്ദുവാം അമൃതധാര, ബിന്ദുവാകുന്ന അമൃതത്തെ ആചമിക്കണം, ഭക്ഷിക്കണം. അതായത് സഹസ്രാരത്തിൽ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പൊഴിയുന്ന അമൃതത്തെയാണ് ഒരു സാധകൻ ഭക്ഷിക്കേണ്ടത്. അപ്പോൾ യോഗശാസ്ത്രത്തിൽ പറയുന്ന ഈ അമൃതാണ് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന്, ശിരസിലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പൊഴിയുന്നത്. ആ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പൊഴിയുന്ന അമൃതധാരയെ ഭക്ഷിച്ച് അമരനായിത്തീരുക സാധകൻ എന്നാണ് പറയുന്നത്. എങ്ങനെ? ആധാരമാറും താങ്ങി അപ്പുറം തൂവെളിയിൽ ചെല്ലുക. 6 ആധാരങ്ങളെയും കടന്നു ചെന്നിട്ട് ഈ കുണ്ടലിനി ശക്തി തൂവെളിയിൽ ബിന്ദുനാദങ്ങൾ തോന്നും മാർഗത്തെ ലക്ഷ്യമാക്കി, ആ സഹസ്രാരത്തെ ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് ഉയർന്നുയർന്ന് പൊങ്ങുക. അങ്ങനെ 6 ആധാരങ്ങളെയും അധിഗമിച്ച് സഹസ്രാരത്തിൽ എത്തിച്ചേരുമ്പോൾ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഈ അമൃതധാര പൊഴിയുന്നു. ആ അമൃതധാര ഭക്ഷിച്ച് യോഗി അമരനാകുന്നു എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ആചാര്യൻ പറഞ്ഞ പ്രകാരം ഈ ഷഡാധാരങ്ങളുടെ ശക്തിയെ, കുണ്ടലിനി ശക്തി ഉയർത്തി സഹസ്രാരത്തിൽ എത്തിച്ചിട്ട് അവിടുത്തെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അമൃതം പൊഴിയുമ്പോൾ ആ അമൃതം ഭക്ഷിക്കുക. ആ അമൃതം ഭക്ഷിച്ച് സാധകൻ ശിവനായി മാറുക, ശിവശക്തിയായി തീരുക. ഇതാണ് തിരുമൂലദേവൻ നമുക്ക് നൽകുന്ന ഉപദേശം. അപ്പോൾ ശിവസാധനയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. അതായത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ 6 ആധാരങ്ങളിലൂടെയും മുകളിലേക്ക് കയറ്റി സഹസ്രാരത്തിൽ എത്തിക്കുന്ന ആ യോഗ സാധന ചെയ്ത് അമൃതം ഭക്ഷിക്കുക. അങ്ങനെ യോഗാമൃതം ഭക്ഷിക്കുമ്പോൾ ആ സാധകൻ അമരനായിത്തീരുന്നു, മരണമില്ലാത്തവനായിത്തീരുന്നു. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. എന്തിന്? ഇനി അടുത്ത് നോക്കൂ. സന്താന ലാഭത്തിനായി വിട്ടാലും വിട്ടിടാ കാമാന്ധനായ സ്ത്രീജനത്തിൽ യോഗിതൻ ബിന്ദുവിനെ ഭോഗിയോ പെണ്ണിലാശ കൈക്കൊള്ളും ബിന്ദു കാക്കും യോഗി തന്നുയിരിനെ താൻ പേണിടും നിരന്തരം. യോഗി എപ്പോഴും ഈ ബിന്ദു ശക്തിയെ അഴിഞ്ഞു പോകാതെ കാത്തു രക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഭോഗികൾ സാധാരണ ഈ ഊർജത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭോഗത്തിൽ മുങ്ങി, സ്ത്രീ സുഖത്തിൽ മുങ്ങി ജീവിക്കുന്നവർ ഈ ശക്തിയെ, ഈ വീര്യത്തെ നശിപ്പിച്ച് എന്തു ചെയ്യുന്നു? നാശത്തിലേക്ക് നടന്നെടുക്കുന്നു. അങ്ങനെ ആധാരം സന്താന ലാഭത്തിനായും മറ്റും ഇതിനെ വിട്ടിടാ. അപ്പോൾ ഒരു കാരണവശാലും വീര്യത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാമാന്തനായ സ്ത്രീജനത്തിൽ മുങ്ങി ജീവിക്കരുത്. യോഗി എപ്പോഴും ബിന്ദുശക്തിയെ കാത്തു സൂക്ഷിച്ച് ബിന്ദുവിനെ കാത്ത് ഉയിരിനെ താൻ നിരന്തരം കാത്തു രക്ഷിക്കുന്നു. അപ്പോൾ ഒരു യോഗി തൻ്റെ വീര്യത്തെ നശിപ്പിക്കാതെ ആ വീര്യത്തെ ആത്മീയ ഊർജമാക്കി മാറ്റി അതിനെ സഹസ്രാരത്തിൽ കൊണ്ടു ചെന്നെത്തിച്ച് അമൃതം
പൊഴിച്ച് ആ അമൃതം ഭക്ഷിച്ച് ജീവിക്കുന്നു എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഒരു യോഗിയുടെ ജീവിതം തീർച്ചയായിട്ടും ഈ വീര്യത്തെ പരിപോഷിപ്പിച്ച് കാത്തു രക്ഷിച്ച് അഴിയാതെ നശിക്കാതെ അതിനെ ശിവനുമായി ബ്രഹ്മപ്രകാശവുമായി ലയിപ്പിക്കുന്ന കാഴ്ചയാണ് ശിവസാധകൻ ചെയ്യേണ്ടത് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. വിത്തിനെ പെണ്ണിനേകി ചാവുന്നില്ല യോഗി, വിത്ത് തൻ ഉള്ളടക്കി വാഴും ജഗത്തിനായി വിത്തിനെ കൈവിട്ടിട്ട് ചാവുന്ന മൂടൻ വിത്ത് ചുട്ടുണ്ണുമെന്ന് വേറായി വരുന്നതുണ്ടോ? അപ്പോൾ നാം നമ്മുടെ വിത്ത് വേവിച്ച് ഭക്ഷിക്കരുത്. വളരെ മനോഹരമായ ഒരു അലങ്കാര കൽപ്പനയാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. സാധാരണ നാം നിലത്ത് വിതയ്ക്കാൻ വേണ്ടി വിത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു. നെൽവിത്തായാലും മറ്റ് വിത്തുകളായാലും വിതയ്ക്കാൻ വേണ്ടി നാം വിത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു. വിത്ത് എന്തിനുള്ളതാണ്? വിതയ്ക്കാനുള്ളതാണ്, അല്ലാതെ അത് വേവിച്ച് ആഹാരമാക്കി കഴിക്കാനുള്ളതല്ല. ആ സത്യം നാം മനസ്സിലാക്കുക. വിത്ത് വിതയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. വിതയ്ക്കുമ്പോൾ അത് 100 മേനിയായി വീണ്ടും വർദ്ധിക്കും. എന്നാൽ വിത്തെടുത്ത് ഉണ്ടാൽ, വേവിച്ച് ഊണ് കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ ആ വിത്ത് തന്നെ, വിത്ത് കഴിക്കുന്ന ആൾ നശിക്കും, വിത്തും നശിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും വിത്ത് എന്ന വീര്യത്തെ നഷ്ടപ്പെടുത്തരുത്. വിത്തിനെ പെണ്ണിനേകി ചാവുന്നില്ല യോഗി. യോഗി ഒരിക്കലും ഈ വിത്ത് പാഴാക്കി കളയുന്നില്ല, വേവിച്ച് ഉണ്ണുന്നില്ല. അതായത് സ്ത്രൈണ സുഖത്തിൽ മുങ്ങി അല്ലെങ്കിൽ ലൗകിക സുഖത്തിൽ മുങ്ങി ഈ വീര്യത്തെ ഒരു കാരണവശാലും ഒരു യോഗി നഷ്ടപ്പെടുത്തുകയേയില്ല. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? വിത്തിനെ ഉള്ളടക്കി വാഴും ജഗത്തിൽ. ഈ ജഗത്തിൽ വിത്തിനെ ഉള്ളിൽ തന്നെ കാത്തു സൂക്ഷിച്ച് അതിനെ അടക്കി വാഴുന്നു. അപ്പോൾ വിത്ത് ഒരിക്കലും അഴിഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി ഉപയോഗിക്കാതെ അതിനെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം ഈ വീര്യത്തെ ഉപയോഗിക്കുക. അങ്ങനെ വീര്യം തന്നെ ശിവനായി മാറുന്ന കാഴ്ച, വീര്യശിവനായി മാറുന്ന കാഴ്ച കാണാൻ പറ്റും. വിത്തിനെ കൈവിട്ടിട്ട് ചാവുന്ന മൂടൻ വിത്ത് ചുട്ടുണ്ണുന്നു. വിത്തിനെ കൈവിട്ട് വിത്തിനെ എന്ത് ചെയ്യുന്നു? കൈവിട്ട് ചാവുന്ന മൂടൻ വിത്ത് ചുട്ടുണ്ണുന്നു. വിത്തിനെ വേവിച്ച് ഭക്ഷിച്ച് ആ വിത്ത് നശിപ്പിക്കുന്നു. അതായത് തൻ്റെ ഉള്ളിലെ വീര്യത്തെ നശിപ്പിക്കാതെ ആ വീര്യത്തെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ബ്രഹ്മ തേജസ്സുമായി ബ്രഹ്മപ്രകാശവുമായി ലയിപ്പിക്കുക. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. അതായത് ഒരു യോഗി ചെയ്യുന്നത് ഇതാണ്. ഒരു യോഗി തൻ്റെ ഉള്ളിലെ വീര്യത്തെ വിത്ത് എപ്രകാരമാണോ വേവിച്ചുണ്ണുന്നത് അതുപോലെ വേവിച്ചുണ്ണാതെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നു. പത്തായത്തിൽ വിത്ത് എപ്രകാരമാണോ സൂക്ഷിക്കുന്നത് അതുപോലെ തൻ്റെ ഹൃദയത്തിൽ ഈ വിത്തിനെ കാത്തു സൂക്ഷിച്ച് ആ വിത്തിനെ തന്നെ ആത്മശക്തിയിലൂടെ ഉയർത്തി ക്ഷരാധരങ്ങളുടെ മുകളിലേക്ക് ഉയർത്തി ശിവശക്തി മേളനത്തിലൂടെ പരമാനന്ദ നിർവൃതി, ശിവാനന്ദ ലഹരി നുകരുന്നു. ഇതാണ് ഒരു ശിവയോഗി ചെയ്യുന്നത്. അന്നത്തിൽ കലർന്നുണ്ട് ബിന്ദുവെന്നത് കണ്ട് തന്നൊക്കെ വിടാതേറ്റി മേലോട്ട് മിന്നൽ പോലെ തോന്നി മായുമ്പോൾ നാദാന്തത്തോട് ചേർത്ത് രണ്ടും ഒന്നായി പിരിഞ്ഞ കാര്യകാരണങ്ങളെല്ലാം വീണ്ടും. ഇനി എന്താണ് ഈ ശക്തിയെ, വീര്യത്തെ, ബിന്ദുവിനെ ചെയ്യേണ്ടതെന്ന് പറയാം. അന്നത്തിൽ കലർന്നുണ്ടായ ബിന്ദു, അന്നത്തിൽ നിന്നാണ് ബിന്ദു ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. നാം കഴിക്കുന്ന അന്നത്തിൽ, ആഹാരത്തിൽ നിന്നാണ് ഈ ബിന്ദു ശക്തി ഉണ്ടാകുന്നത്. ആ ബിന്ദു ശക്തിയെ, ആ വീര്യശക്തിയെ കൈവിടാതെ ഏറ്റി മേലോട്ട് മിന്നൽ പോലെ ഉയർത്തണം. അങ്ങനെ ഉയർത്തി നാദാന്തത്തോട് ചേർക്കണം. അപ്പോൾ ബിന്ദു ശക്തിയെ നാദാന്തത്തോട് ചേർക്കുക. സഹസ്രാരത്തിൽ നാദമാന്തത്തോട്, സൂര്യമണ്ഡല
പ്രഭയുമായി യോജിപ്പിക്കുക, ബ്രഹ്മപ്രകാശവുമായി ഈ ബിന്ദു ശക്തിയെ യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ചാൽ ശിവശക്തി മേളനത്തിൽ നിന്നുണ്ടാകുന്ന ആ പരമശിവാനന്ദ ലഹരിയിൽ ആറാടി ഏതു സമയം ജീവിക്കാൻ സാധകന് കഴിയുന്നു. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ തിരുമൂലദേവൻ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നാം കഴിക്കുന്ന ആഹാരമുണ്ടല്ലോ, ആ ആഹാരം എപ്പോഴും സാത്വികവും ശ്രേഷ്ഠവുമായ ആഹാരമായിരിക്കണം. കാരണം ഇതിൽ നിന്നാണ്, ഈ ആഹാരത്തിൽ നിന്നാണ് ബിന്ദുശക്തി ഉൽപ്പന്നമാകുന്നത്. ആ ബിന്ദുശക്തിയെ ലൗകിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി പാഴാക്കാതെ അതിനെ എന്ത് ചെയ്യണം? നേരെ മിന്നൽ പോലെ മേലോട്ട് ആറാധാരങ്ങളെയും കടന്നു പോകത്തക്ക വിധത്തിൽ മേലോട്ടുയർത്തി സഹസ്രാരത്തിലെ സൂര്യചന്ദ്ര മണ്ഡലത്തിലെ പ്രകാശവുമായി ലയിപ്പിക്കുക. അങ്ങനെ ബ്രഹ്മപ്രകാശവുമായി ബിന്ദുശക്തി ഒന്നിച്ചു ചേരുമ്പോൾ ആ സാധകൻ ശിവനായി മാറുന്നു. അതോടുകൂടി അയാളിൽ ശിവാനന്ദ ലഹരി നിറയുന്നു. പിന്നെ എപ്പോഴും അയാൾ പരമാനന്ദ നിർവൃതിയിൽ മാത്രമായിരിക്കും ജീവിക്കുക. ആനന്ദമല്ലാതെ മറ്റൊന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഇതിനെയാണ് ശിവാനന്ദം എന്ന് പറയുന്നത്. ശിവൻ എപ്പോഴും ആസ്വദിക്കുന്ന ആ പരമാനന്ദ നിർവൃതി ശിവഭക്തനിലും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. ഇതിന് ഈ ബിന്ദുശക്തി നമ്മെ സഹായിക്കുന്നു. അതായത് ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന ഈ വീര്യാംശത്തെ മുകളിലേക്ക് ഷടാധാരങ്ങളുടെ മിന്നൽ പോലെ ഉയർത്തി സൂര്യചന്ദ്ര മണ്ഡലങ്ങളുമായി ഒന്നിപ്പിച്ച് അവിടുത്തെ പ്രകാശരശ്മിയിൽ ആ ബ്രഹ്മപ്രകാശത്തിൽ ലയിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ശിവസാധകന് സാക്ഷാൽ ശിവനായി ശിവാനന്ദ ലഹരിയിൽ മുങ്ങി ജീവിക്കാൻ കഴിയുമെന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. പിന്നെ അന്നമേ പ്രാണനാകും ബിന്ദുവെന്നോർക്ക കാര്യം. നന്നായി അറിഞ്ഞ് തങ്കലടുക്കുവാൻ കഴിയുന്നവർക്ക് സിദ്ധികൾ ഉണ്ടാകാം. സ്വർണം പോലാകും ഉത്തമമുള്ളതെല്ലാം നാശമറ്റിരുന്നിടും. അപ്പോൾ ഈ ബിന്ദുശക്തിയെ മേലോട്ടുയർത്തി ബ്രഹ്മപ്രകാശമായി ലയിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അന്നമേ പ്രാണനാകും ബിന്ദുവെന്നോർക്കാം. ഈ അന്നം പ്രാണനിലെ ബിന്ദുശക്തിയായി വികസിക്കുന്നു. എന്നിട്ട് അത് തങ്കലടക്കുക, അതിനെ പാഴാക്കാതെ തൻ്റെ ഉള്ളത്തിൽ സൂക്ഷിച്ച് അതിനെ മിന്നൽ പോലെ സഹസ്രാരത്തിലേക്ക് ഉയർത്തുമ്പോൾ സിദ്ധികളെല്ലാം ഉണ്ടാകും. പിന്നെ സ്വർണം പോലും ഉടമ്പാകും. സ്വർണം പോലെ ഉടമ്പ് ശരീരം സ്വർണമായി മാറും. ശരീരം സ്വർണമായി മാറുമെന്നാണ് പറയുന്നത്. ശിവവാക്യയുടെ പല പാടലുകളിലും ഈ സ്വർണ്ണ ശരീരമാകുന്ന ശിവശരീരത്തെക്കുറിച്ച് പാടുന്നുണ്ട്. ശരീരം തന്നെ സ്വർണ്ണമയമാകും. അതായത് രസകരമായൊരു സംഭവമുണ്ട്. ശിവവാക്യയുടെ കുടുംബം നിത്യദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. അപ്പോൾ നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന ഈ ശിവവാക്യയുടെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് കരുതിയിട്ട് ചില സിദ്ധന്മാർ, അതായത് അനേകം സിദ്ധികളുള്ള സിദ്ധന്മാർ ശിവവാക്യർ ഇല്ലാത്ത ദിവസം ശിവവാക്യയുടെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, കുറച്ച് ചെമ്പ് കമ്പികൾ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എവിടെ നിന്നോ കുറേ ചെമ്പിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഈ സാധ്യ ആ സിദ്ധന്മാരുടെ അടുത്ത് ചെയ്യുന്നു. അവർ അത് ഏതാനും നിമിഷം കൊണ്ട് സ്വർണ്ണമാക്കി കൊടുത്തു. കുറേ കഴിഞ്ഞ് ശിവവാക്യർ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ചില സിദ്ധന്മാർ വന്നിട്ട് ചെമ്പിനെ സ്വർണ്ണമാക്കി മാറ്റിയിരിക്കുന്നു, ഇതാ ആ സ്വർണം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ശിവവാക്യർ പറഞ്ഞു, അയ്യോ നീ ഇത് വാങ്ങിയോ, നീ ഇത് ആ അപ്പുറത്തുള്ള കിണറ്റിൽ കൊണ്ടുവന്നിട്ടേക്കോ എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണ കമ്പികൾ മുഴുവനും ദൂരെ കളയാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ കൈ കൊടുത്തയച്ചു. എന്നിട്ട് ഭാര്യ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ശരീരം തന്നെ സ്വർണ്ണമാണ്, ശിവശരീരമാണ്. അതാണ് ഇവിടെ പറയുന്നത്, സ്വർണം പോലുടമ്പാകം. അതായത്
ഈ പഞ്ചാക്ഷരി മന്ത്ര സാധനയിലൂടെ തന്നെ നമ്മുടെ ശരീരം ശിവശരീരമായി മാറും, ശിവാലയമായി മാറും. ദേഹം ശിവാലയം എന്ന് പറയുന്നതാണ്. ദേഹത്തെ തന്നെ ശിവാലയമായി സ്വർണാലയമാക്കി മാറ്റാൻ ഈ മന്ത്രസാധന കൊണ്ട് കഴിയുമെന്ന് ശിവവാക്യർ തൻ്റെ ഭാര്യയോട് പറയുന്നു. എന്നിട്ട് അപ്രകാരം ജീവിക്കാൻ പറയുന്നു. നമ്മുടെ ശരീരത്തെ തന്നെ സ്വർണ്ണമയമാക്കി മാറ്റുക. പിന്നെ നമുക്ക് എന്തിനാണ് ബാഹ്യസ്വർണം? ആന്തരിക സ്വർണം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാഹ്യസ്വർണത്തിൻ്റെ ആവശ്യമില്ല. ആന്തരികം എന്ന ആ സ്വർണം ഏതാണ്? ശിവബോധമാണ്. ഉള്ളിൽ ശിവബോധമാകുന്ന ശിവസ്വർണം തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ ബാഹ്യസ്വർണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ശിവവാക്യർ തൻ്റെ പാടലുകളിൽ വ്യക്തമാക്കുന്നത്. ഇതാണ് തിരുമൂലരുടെ അതേ സ്വാധീനം തന്നെയാണ് ശിവവാക്യരുടെ പാടലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ശൈവ സിദ്ധാന്തത്തിൻ്റെ കാതൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ തിരുമൂലദേവൻ പറയുന്ന അതേ ദർശനം തന്നെയാണ് 18 സിദ്ധന്മാർ തങ്ങളുടെ കാവ്യപ്രപഞ്ചത്തിൽ ആവിഷ്കരിക്കുന്നത് എന്ന് ഓർക്കുക. ഇതാണ് തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തിലെ ബിന്ദു ജയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.